സ്വാതന്ത്ര്യം കിട്ടിയ പോലുള്ളൊരു നിമിഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അപ്പോൾ നമുക്ക് അന്ന് രാജ്യത്ത് ജീവിച്ചിരുന്നവർക്കുണ്ടായിരുന്ന ഒരു ആഹ്ലാദമുണ്ട്. ആ ആഹ്ലാദമാണ് ഇന്നിപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത് ചില ആൾക്കാർ ധരിക്കുന്ന പോലെ ഇന്നലെ തീരുമാനിച്ചിരുന്ന ഇന്ന് പ്രഖ്യാപിക്കുന്നതല്ല. ഇത് 64,006 പേരെ ഇത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിയാണ്. മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗം രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇതാണ്. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, സ്കൂളിൽ പഠിക്കാൻ നിവർത്തിയില്ലാത്തവർ, റേഷൻ കാർഡില്ലാത്തവർ, വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ, മറ്റൊരു ആനുകൂല്യം ഇല്ലാത്തവർ, ഇവർക്കെല്ലാം കഴിഞ്ഞ 4 വർഷക്കാലം നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി കൊടുത്തു എന്നുള്ളതാണ്. ഇനി പോട്ടെ, ചില ബുദ്ധിജീവികളെല്ലാം പറയുന്നുണ്ട്, ഇതിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സംശയങ്ങൾ ഉന്നയിക്കുന്ന ബുദ്ധിജീവികളും പണ്ഡിതന്മാരും വിചാരിക്കണം, നമ്മുടെ കയറിക്കിടക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന് കയറിക്കിടക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു സ്ഥലങ്ങൾ കൊടുത്തല്ലോ. അതിൻ്റെ താത്വിക വിശകലനമൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇത്രയും വലിയ നേട്ടമൊക്കെ ആണെങ്കിൽ പോലും പ്രതിപക്ഷം അതൊന്നും മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. അവർ പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ജോലി ബഹിഷ്കരണം മാത്രമാണ്. ഒരു നല്ല കാര്യത്തിലും പങ്കെടുക്കുന്നില്ല. ജനങ്ങളും അവരെ ബഹിഷ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ വലിയ നേട്ടമായി തന്നെ സർക്കാർ ഈ പരിപാടിയെ കാണുകയാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൂറ്റൻ സ്റ്റേജൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. നോട്ടീസ് അച്ചടിച്ചപ്പോൾ തന്നെ അതിൽ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ ഉൾപ്പെടെയുള്ളവരുടെ വരുമായിരുന്നു അറിയിച്ചത്. പക്ഷേ മോഹൻലാലും കമൽഹാസനും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. മമ്മൂട്ടി മാത്രമേ ഈ പരിപാടിയുടെ ഭാഗം ആകുന്നുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 2022 സംസ്ഥാന സർക്കാർ ഈ പരിപാടിയുടെ പ്രാരംഭഘട്ട നടപടികളൊക്കെ തന്നെ ആരംഭിച്ചത്. ആദ്യഘട്ടം ഈ 1032 തദ്ദേശ സ്ഥാപനങ്ങളായി കിടക്കുന്ന ഈ അതിദരിദ്രരെ കണ്ടെത്തുക എന്നുള്ള കാര്യം തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നടത്തിയ പഠനത്തിലാണ് 64,006 കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഈ അതിദരിദ്ര പട്ടികയിൽ ഉണ്ട് എന്നുള്ള കാര്യം. അതിൽ തന്നെ ഈ പട്ടികയിലെ കൃത്യങ്ങൾ പറയുകയാണെങ്കിൽ എത്ര പേരുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1,03,399 വ്യക്തികളെ ഈ കുടുംബങ്ങളിലായിട്ട് കണ്ടെത്തുകയും ചെയ്തു. പിന്നാലെ ഇതിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. സംസ്ഥാനം വിട്ടവരുണ്ടായിരുന്നു, അതുപോലെ മരിച്ചവരുണ്ടായിരുന്നു, 2 തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് ഉൾപ്പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് 4,729 പേരെ കൂടെ ഒഴിവാക്കിയ ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. പൈലറ്റ് അടിസ്ഥാനത്തിൽ 3 ആദ്യം നടപ്പിലാക്കിയത്. ഒന്ന് വടക്കാഞ്ചേരി പഞ്ചായത്ത്, വടക്കാഞ്ചേരി നഗരസഭ, അത് കഴിഞ്ഞ് 5 തെങ്ങ്, തിരുനെല്ലി പഞ്ചായത്തുകളായിട്ട് ഈ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കി. അത് വിജയം കണ്ടതോടുകൂടിയാണ് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഈ 4 കാറ്റഗറി, അതായത് ഭക്ഷണം, ആരോഗ്യം, വരുമാനം, പാർപ്പിടം, ഇവ ഇല്ലാത്തവരെ കണ്ടെത്തി അതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചത്. ഭക്ഷണം പോലും ലഭ്യമല്ലാത്ത 20,648 കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട ഭക്ഷണവും അതേപോലെ മരുന്നും ഉറപ്പാക്കുകയാണ് ആദ്യം സർക്കാർ ചെയ്തത്. ജനകീയ ഹോട്ടൽ, അതേപോലെ കുടുംബശ്രീ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ 20,000-ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷണവും മറ്റുമൊക്കെ ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞു. പിന്നാലെ വീടില്ലാത്തവരെ കൂടി കണ്ടെത്തി 4,000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പരിപാടിയിലേക്ക് പോയി. അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 4,677 വീടുകളായിരുന്നു വേണ്ടിയത്. അതിൽ 4,005 വീടുകൾ ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 672 വീടുകളാണ് ഇനി പൂർത്തിയാകുന്നത്. അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വീടുകൾക്ക് പുനരുദ്ധാരണം നടത്തണമായിരുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ 4 കാറ്റഗറി അനുസരിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ ഈ ഒരു പ്രഖ്യാപനം, അതായത് കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. 1000 കോടി രൂപയാണ് ഇതിനു വേണ്ടി വകയിരുത്തി എന്നാണ് ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്ര സംഭവമെന്ന് സ്പീക്കർ പോലും വിശേഷിപ്പിക്കുന്ന ഘട്ടമുണ്ടായി. പക്ഷെ അതെല്ലാം പറയുമ്പോഴും ഈ പ്രതിപക്ഷം ഇതുമായിട്ട് ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷം പറയുന്നത് ഇതൊരു ശുദ്ധ തട്ടിപ്പ് പരിപാടി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. LDF-ന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് 4.95 ലക്ഷം അതിദരിദ്ര സംസ്ഥാനത്തുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് LDF-ന്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു. പിന്നാലെ ഈ റേഷൻ കാർഡ് മറ്റൊക്കെ നൽകാൻ വേണ്ടിയുള്ളവരുടെ ഒരു കണക്ക് മന്ത്രി GR നിയമസഭയിൽ സമർപ്പിച്ചപ്പോൾ അത് 5.5 ലക്ഷത്തിന് മുകളിൽ പോകുന്ന ഒരു കണക്കാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ 5 ലക്ഷത്തോളം പേർ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ട് പിന്നെ
എങ്ങനെയാണ് ഈ 64,006 കുടുംബം മാത്രമായിട്ട് ഇത് ചുരുങ്ങി? ആ പട്ടിക പൂർണ്ണമല്ല, ഇത് പൂർണ്ണമായിട്ടുള്ള പട്ടികയല്ല. ആദിവാസികളെ പോലും അവരുടെ മുഴുവൻ പേരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ ആക്ഷേപമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയത് നല്ല കാര്യം തന്നെയാണ്. അവർക്ക് വേണ്ട സഹായവും ഭക്ഷണവും പാർപ്പിടവും വരുമാനവും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അർഹരായിട്ടുള്ള മുഴുവൻ പേരെയും ഉൾപ്പെടുത്താതെയാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് അവരുടെ ഭാഗത്തു നിന്ന്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. രാവിലത്തെ നിയമസഭാ സമ്മേളനം തന്നെ അവർ ബഹിഷ്കരിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഇപ്പോൾ ഈ പരിപാടിയിലും പങ്കെടുക്കില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പരിപാടി കൃത്യം 5 മണിക്ക് തന്നെ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കേരളം അതിദരിദ്ര മുക്തമായി എന്ന പ്രഖ്യാപനം നടത്താൻ പോകുന്നത്.